ഹായ് ഹലോ മുത്തുമണീസ്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പോകുന്ന ഇടങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ശീലം എനിക്കുണ്ടല്ലോ അല്ലേ. നിങ്ങളിൽ മിക്കവാറും പേർക്കും അറിയാം ഞാൻ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാറുണ്ടെന്നുള്ള കാര്യം. നമ്മൾ കുറേ ദിവസമായി വീടിന് വെളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലുമൊക്കെ പോവാം. അപ്പോൾ എവിടേക്ക് പോവാം എന്നുള്ള പ്ലാനിങ് ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് സംസാരിച്ചു. പിള്ളേർ എപ്പോഴും പറയുന്ന കോവളം മ്യൂസിയം, ശംഖുമുഖ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞില്ല, നമുക്ക് അവിടെ ഒന്നും പോകണ്ട, നമുക്ക് വേറൊരു പുതിയൊരു സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ മുന്നേ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു അവിടേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പോവാൻ സെലക്ട് ചെയ്ത സ്ഥലം വന്നിട്ട് അടിമലത്തുറയാണ് കേട്ടോ. ട്രിവാൻഡ്രത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു ബീച്ചാണ് അടിമലത്തുറ. അപ്പോൾ പോകുന്ന വഴിക്ക് ഹൈവേ നിന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സ്ഥലം കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വണ്ടി അവിടെ ഇട്ടിട്ട് ഈ സ്ഥലം കാണാനായിട്ട് ഞാനൊന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഹൈവേ നിൽക്കുമ്പോൾ നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല രസം തോന്നി എനിക്ക് കണ്ടപ്പോൾ തന്നെ കുറച്ച് നേരം അവിടെ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നി. അങ്ങനെ നിർത്തിയ ഒരു സ്ഥലമാണ്. അടിമലത്തുറ എന്ന് പറയുമ്പോഴത്തേക്കും ആഴിമലയുടെ അടുത്താണ് കേട്ടോ അടിമലത്തുറ വരുന്നത്. ഇവിടെ തിരുവല്ലം സിറ്റി ഏരിയയാണ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹൈവേ കയറുമ്പോഴാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. പക്ഷെ എൻ്റെ വീടിൻ്റെ ആ ഒരു പ്രദേശമൊക്കെ ഇതുപോലെ വയലും മരിച്ചീനിയും പിന്നെ കൃഷിയും ഒക്കെ ഉള്ള സ്ഥലമാണ് ഞങ്ങളുടെ അങ്ങോട്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ അപൂർവമായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്തായാലും പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു ഭാഗം കണ്ടത്. അപ്പം ഞാൻ എന്തായാലും വണ്ടി നിർത്തിച്ചിട്ട് ചേട്ടൻ കുറച്ചു നേരം ഇത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നു. പിന്നെ പിള്ളേരോട് നമ്മൾ പറഞ്ഞില്ലായിരുന്നു ബീച്ചിലേക്കാണ് പോകുന്നതെന്ന്. അവരെ ഇറങ്ങിയ നേരം തൊട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങോട്ടാമ്മ പോകണമെന്ന്. പക്ഷെ നമ്മൾ പറഞ്ഞില്ല കേട്ടോ എങ്ങോട്ടാണ് പോകണമെന്ന്. അവസാനം സ്ഥലം ഏതാണ്ട് എത്തിയപ്പം ദേവ് ഗസ് ചെയ്തു, ഇത് അമ്മ മുമ്പ് നമ്മൾ ഒരിക്കൽ വന്നിട്ടുള്ള ബീച്ചല്ലേ എന്ന് ചോദിച്ചിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്തുള്ള അടിമലത്തുറ എന്നുള്ള ബീച്ചാണ് കേട്ടോ. അടിമലത്തുറ. അപ്പം പോയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും പോകണം. വേറെ ഒന്നും കൊണ്ട് പറയണല്ല, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതും നമ്മുടെ പല വീഡിയോസ് ആയാലും ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അടിമലത്തുറ ബീച്ച്. ഇവിടെ കൂടുതലും ആൾക്കാർ വിസിറ്റേഴ്സ് വരുന്ന ഒന്ന് നമ്മുടെ എന്തെങ്കിലും പ്രീ വെഡിങ് ഷൂട്ട്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മം ടു ബി അങ്ങനെയുള്ള ഷൂട്ടുകളൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. കാരണം ഇവിടെ കടലിൻ്റെ അരികത്ത് തന്നെ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് ബാക്ക് സീനറി വന്നിട്ട് കടൽ വരുന്നതുകൊണ്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പം അതുകൊണ്ട് ഏറെക്കുറെ ഷൂട്ടിംഗുകാരും ഇവിടെ വരാറുണ്ട് കേട്ടോ ഷൂട്ടിംഗ് എടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ മുന്നേ നമ്മൾ ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ കസിൻ്റെ ഒരു പ്രീ വെഡിങ് ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അന്നാണ് ആദ്യമായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് 10 വർഷമായിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ സ്ഥലത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു കസിൻ്റെ പ്രീ വെഡിങ് ഷൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വന്നതായിരുന്നു ഫസ്റ്റ് ടൈം. അപ്പോൾ ഇങ്ങനെ ഒരു ബീച്ച് ഇവിടെ ഉണ്ടായിരുന്നോ, എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം അത്രയും ഭംഗിയാണ് കാണാൻ. നമ്മൾ നോർമലി എല്ലാ ബീച്ച് പോലെ അല്ല, ഇവിടെ കുറച്ച് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, എക്സ്പ്ലോർ ചെയ്യാൻ, ഇരിക്കാം, നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ഈ ഇതിൻ്റെ അരികത്തായിട്ട് തന്നെ ഫുഡ് ഹബ്ബുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്ക് ഫുഡ് ചെറിയ ചെറിയ ഹബ്ബുകളായിട്ട് ഫുഡ് കൊടുക്കുന്ന ഏരിയ നിറയെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ തന്നെ കുറേ, ഇപ്പം ഒരു ഈവനിങ് ഒക്കെ ആയി വന്നു കഴിഞ്ഞാൽ നല്ല ഒരു സൂര്യാസ്തമനം കണ്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വെയിറ്റൊക്കെ ആക്കി നമുക്ക് നൈറ്റൊക്കെ ഇരുന്നിട്ട് പോകാൻ പറ്റിയൊരു ഏരിയയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ നിന്നിട്ട് നമ്മുടെ ഭയങ്കര ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആഴിമല കാണാൻ പറ്റും കേട്ടോ. പിന്നൊരു സീക്രട്ട് കൂടെ പറഞ്ഞുതരാം. ആഴിമല ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ആ സൈഡ് വഴി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നാലും ഈ അടിമലത്തുറ ബീച്ചിലേക്ക് വരാൻ പറ്റും കേട്ടോ. അതാണ് ഒരു സീക്രട്ട്. പിന്നെ ഞങ്ങൾ എത്തിയ നേരത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മഴയുടെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല, ഒരു ഇരുട്ടുന്നതിൻ്റെ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ബീച്ചിൻ്റെ അടുക്ക പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ചെറിയ ചാറ്റൽ മഴയും കാർമികമൊക്കെ കൊണ്ട് മൂടിയിട്ട് മൊത്തത്തിലുള്ള സീനങ്ങ് മാറി കിട്ടി. കാരണം ഒന്നാമത്തെ കാര്യം, ആ ബീച്ചിൽ പോയി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് വെള്ളം പോലെ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ കടൽ കയറി കിടക്കുന്നത് കൊണ്ട് അവിടെ നിന്നുള്ള വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കടലിൻ്റെ തീരത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ വെള്ളം കടന്നിട്ട് വേണം പോകാൻ, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ചവിട്ടിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഞങ്ങൾ വെച്ച് ഇത് എവിടെ കൂടെ പോവാം, മിക്കയിടത്തും ഇച്ചിരി ചതുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്, എവിടെ കൂടെ പോകാം പറഞ്ഞു ചിരിച്ചാണ് പോയത്. കാരണം കുഞ്ഞു പിള്ളേരും കൂടെ ഉള്ളതല്ലേ, അപ്പോൾ അവർക്കും കൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിൽ പോകാമെന്നുള്ള ഇതിൽ നമ്മൾ കുറേ ദൂരം നടന്നിട്ടോ. അവസാനം ഇതിനിടയ്ക്ക് കോമഡി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും പിന്നെ ഞാനിതിൽ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആഴിമല ക്ഷേത്രം കണ്ടോ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആഴിമല ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ഈ ദേവുനായാലും കാശിക്കായാലും
കടലിൽ പോവാന്ന് പറഞ്ഞാൽ അവർക്കൊരു വല്ലാണ്ടൊരു ഹരമാണ് കേട്ടോ. അവർക്ക് കടലിൽ ഇറങ്ങാനും കളിക്കാനും ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനും ഇഷ്ടമുള്ള രണ്ടാൾക്കാരാണ്. സാധാരണ ചില പിള്ളേർ കടലിൽ ഇറങ്ങത്തില്ല, വേണ്ട അമ്മ വേണ്ട എനിക്ക് പോകണ്ടെന്നൊക്കെ പറയും. എന്നാൽ ഇവരങ്ങനെയല്ല കേട്ടോ, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ, കാരണം വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് പാസ് ചെയ്ത് കടലിലേക്ക് പോയിട്ടോ, ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയായിരുന്നു. പിന്നെ എല്ലായ്പ്പോഴും ഇതുപോലെ വെള്ളം കെട്ടി കിടക്കാറില്ല. മഴ സീസൺ ആയതുകൊണ്ടും പിന്നെ തീരം കയറി കിടക്കണോണ്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കണത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയാണ് ഇവിടെ. ഈ ഒരു വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ടാണ് കുറച്ച് വൃത്തിയില്ലാത്ത പോലെ നമുക്ക് തോന്നും കാണാൻ. പക്ഷേ എങ്കിലും നല്ല നല്ല ബീച്ചാണ് കേട്ടോ. ഞാൻ മുമ്പേ പല വ്ളോഗുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ട്രിവാൻഡ്രം വിട്ട് പുറത്തേക്ക് പോകുന്ന ആൾക്കാരല്ല, കുറവാണ്. ട്രിവാൻഡ്രത്തിനകത്ത് ചുറ്റിപ്പറ്റി പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ വിസിറ്റ് നമ്മൾ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാനിതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അടിമലത്തറ വരുമ്പോഴത്തേക്ക് എനിക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും വീട്ടിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇങ്ങനെയൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ്. അപ്പം കിച്ചേട്ടൻ മുന്നിട്ട് നിന്ന് കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് അതിലേറെ സന്തോഷമായിരുന്നു. കാരണം നമ്മൾ പറഞ്ഞ് കൊണ്ടുപോകണേക്കാളും അവരറിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെയാണ് കേട്ടോ, ഞങ്ങളെ ഏട്ടൻ പറഞ്ഞു വാ ഒന്നും നോക്കണ്ട ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേട്ടൻ തന്നെ മുന്നിട്ട് നിന്ന ഒരു പുറത്തുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ പോയിട്ട് നേരെ വീട്ടിൽ പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ വന്നത്. പക്ഷേ വരുന്ന വഴിക്ക് എന്നോട് പറയുകയാണ് നമുക്ക് എവിടെയെങ്കിലും പോയി ഫുഡും കൂടെ കഴിച്ചാലോ. ഞാൻ പറഞ്ഞ എവിടെ, അതൊരു സർപ്രൈസ് എന്നൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് ചേട്ടാ, അപ്പം ഞാൻ എവിടെയാണ് പോകുന്നത് ഒരു വിധത്തിൽ പറയില്ല കേട്ടോ എവിടെയാണ് പോകുന്നത് എന്നുള്ള കാര്യം. അപ്പം ഞാൻ എന്തായാലും എനിക്ക് ബീച്ചിൽ വന്ന ആ സന്തോഷത്തിൽ ഞാൻ നിൽക്കുന്നതുകൊണ്ട് വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ രണ്ടുപേരുടെയും ചെരുപ്പ് തിര കൊണ്ടുപോയി കേട്ടാ. എൻ്റെ ഒരു ചെരുപ്പും ദേവുവിൻ്റെ ഒരു ചെരുപ്പും തട്ടിക്കൊണ്ടുപോയി. പിന്നെ ചെരുപ്പ് പോയതിൻ്റെ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും കരയിലേക്ക് തിര അടിച്ചപ്പോഴത്തേക്കും അതിൽ എൻ്റെ ചെരുപ്പ് കിട്ടി. പിന്നെ ദേവുവിൻ്റെ ചെരുപ്പ് കിട്ടിയില്ല, കണ്ട എൻ്റെ ചെരുപ്പ് പോയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചേട്ടൻ എനിക്ക് എടുത്ത് എൻ്റെ ചെരുപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പുറം വന്ന് അടിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോവാന്ന് ഓർത്ത് നിന്നുമ്പോഴാണ് ദേവുവിൻ്റെ ചെരുപ്പും കിട്ടിയായിരുന്നു. അങ്ങനെ പോയ ചെരുപ്പ് രണ്ടും കിട്ടിയ സന്തോഷം കൂടെ ആയപ്പം അതും ഒരു ഹാപ്പി മൊമെൻറ്റ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. നമ്മൾ നേരെ കയറി ഒതുങ്ങി കേട്ടോ. പെട്ടെന്നുള്ള മഴയായിരുന്നു. കിച്ചോട്ടൻ ചെറുതായിട്ട് നനഞ്ഞു, ഞാനും കുറച്ച് നനഞ്ഞ് നിൽക്കുന്ന ഒരു ഇവിടെ ഫിഷിങ്ങിന് പോകുന്ന അവരുടെ ഒരു ചെറിയ താവളമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനകത്താണ് ഞങ്ങൾ കയറി ഒതുങ്ങി നിന്നത്. അന്നേരം അവിടെ ബോംബെ മിഠായി വിൽക്കുന്ന ഒരു ഹിന്ദിക്കാരനെ കണ്ടിട്ടാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ബോംബെ മിഠായി വാങ്ങിക്കാൻ വേണ്ടി വില ചോദിക്കുമ്പോഴാണ് 20 രൂപ. അതിന് ശരിക്കും 10 രൂപയുള്ളൂ. നമ്മൾ ബോംബെ മിഠായി കുഞ്ഞുങ്ങൾ വാശി പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് അയാൾ റേറ്റ് കൂട്ടി പറഞ്ഞാണ് കേട്ടോ. അതിൻ്റെ വില വന്നിട്ട് ഒരു 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ 20 രൂപയ്ക്കാണ് നമുക്ക് തന്നത് ഒരു പീസ് വന്നിട്ട്. പിന്നെ മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ അവരുടെ ബോട്ടുകൾ ശരിക്കും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പിള്ളേർ കണ്ടിട്ട് കൗതുകമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം എല്ലാ ബീച്ചിലും നമുക്ക് ചെറിയ ചെറിയ ബോട്ട് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഇച്ചിരി വലിയ ബോട്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് പശുക്കളെയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയൊക്കെ ദേവ് പറയുന്നത് അമ്മ പശു ഇടിക്കോ കുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ആ ഒരു ഇതിൽ എൻ്റർടൈൻമെൻറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറിയിട്ട് മഴ വന്നുകൊണ്ട് പിന്നെ മഴ പെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്നില്ല. അവിടെ നേരെ ചേട്ടൻ പറഞ്ഞു ഒരു 6-7 മണി അടുപ്പിച്ചായി കണ്ട, പക്ഷെ പറയത്തില്ല കേട്ടോ. അപ്പം ഏട്ടൻ പറഞ്ഞു ഇനി അവിടെ നിൽക്കണ്ട നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ പറഞ്ഞ് നമ്മൾ മുമ്പേ പോയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒരിക്കൽ വിഴിഞ്ഞത്ത് ഈ മീനൊക്കെ ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കൊരു സിമ്പിൾ തന്നു. അപ്പം നേരെ അവിടേക്ക് പോകുന്ന പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അവിടുത്തെ ഫുഡ് സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് മിക്കവാറും പേർക്ക് അറിയാം, ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. അവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ഇത്. ഈ ഹോട്ടലിൽ നല്ല ഫ്രഷ് ആയിട്ട് അടിപൊളി ഫുഡ് അവർ കുക്ക് ചെയ്ത് തരുന്നുണ്ട്. അൽമോണ്ടേസ് എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള രീതിക്ക് ഫ്രൈ ചെയ്ത് തരും കേട്ടോ. മീൻസ് ഫ്രൈ ചെയ്യും, തവ ചെയ്യും, ഗ്രില്ലഡ് ചെയ്യും, എന്താണോ നമ്മുടെ ഇഷ്ടം അതവർ ചെയ്തു തരും കേട്ടോ. തവയ്ക്കും ഗ്രില്ലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 50 രൂപ എക്സ്ട്രാ ആവും. അല്ലാണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പം അങ്ങനെയാണ് ഇവിടെ. അപ്പം നമ്മൾ നേരെ വന്ന് ഈ ഒരു ഹോട്ടലിൽ ഇറങ്ങിയിട്ട് ഞാനും കാശിയും കൂടെ കുറച്ച് നേരം ബാക്ക് വലിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കിച്ചേട്ടനും ദേവും മുന്നിട്ട് പോയിട്ട് അവർ ഏത് ഫിഷ് വേണമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു
തൊള്ളയിൽ നല്ലൊരെണ്ണത്തിന് തന്നെ പിടിച്ചോ, നമുക്ക് എന്തായാലും കഴിക്കാൻ വന്നതാണ്, വല്ലപ്പോഴല്ലേ പറഞ്ഞത്, നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കണം, നല്ലത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് 4 പേരുണ്ടല്ലോ. അപ്പോൾ ഒരു നല്ലൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫിഷ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ, ഒരു നല്ലൊരു ഫിഷ്. അവിടെ ഒരുപാട് മീൻ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കത് ഏതെന്നോ എന്തെന്നോ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അതിലിപ്പോൾ കാണുന്നതിൽ ഏറ്റവും ആദ്യം ഇരിക്കുന്ന വലിയ മീനില്ലേ, അതാട്ടോ ഞങ്ങൾ വേണമെന്ന് പറഞ്ഞത്. അതിൻ്റെ പേര് വന്നിട്ട് അമൂറായിരുന്നു കേട്ടോ. എനിക്ക് വേറെ പേരുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അത് കൂടാഞ്ഞ് കണവ, കൊഞ്ച്, നമ്മുടെ ഞണ്ട്, ആ, ചിപ്പി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മിക്ക മീനുകളും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എന്താണോ പറയുന്നത് അത് ഫ്രഷ് ആയിട്ട് അവരെടുത്ത് ഫ്രൈ ചെയ്ത് തരും, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പം ഞങ്ങൾ അമൂറാണ് പറഞ്ഞത്. അപ്പം അമൂറ് ഫ്രൈ ചെയ്ത് തരാനായിട്ടാണ് പറഞ്ഞത്. നമുക്ക് തവയും ഗ്രില്ലും ഒക്കെ ചെയ്യാം, പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളത് അതാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ടൈം ആ ഒരു 20 മിനിറ്റ് ഓർഡർ തരാനായിട്ട് സമയം എടുക്കുന്ന സമയത്ത് പിള്ളേർ പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഗോലി സോഡ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഗോലി സോഡയുടെ മിക്ക ഫ്ലേവറും ഉണ്ടായിരുന്നു. അപ്പം പിള്ളേർ നമുക്കായിട്ട്, എനിക്ക് മാംഗോ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്കും കിച്ചേട്ടനും കാശിക്കും വേണ്ടിയിട്ട് മാംഗോ ഫ്ലേവറും, അവൾക്ക് മോൾക്ക് ഓറഞ്ച് ഫ്ലേവറാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നമ്മൾ 3 പേരും അതൊക്കെ എടുത്ത് കുടിച്ചിട്ട് പിന്നെ കൈയൊക്കെ കഴുകാനായിട്ട് പോയി. ഓർഡർ കൊണ്ടുവരാൻ സമയമായതുകൊണ്ട് കൈയൊക്കെ കഴുകിയിട്ട് നമ്മൾ നേരെ നമ്മളിരുന്ന ടേബിളിലേക്ക് വന്നിട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ. നമ്മൾ ഇറങ്ങിയ സമയത്ത്, അടിമലത്തുറന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ അത് തോർന്നതാ. പിന്നെ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും അതേ മഴ. പിന്നെ ഞാൻ പറഞ്ഞു ചൂടോടെ മീനും മഴയും കട്ട വൈബ്. പിന്നെ കിച്ചേട്ടൻ ഗോൾസോടെ പൊട്ടിക്കുന്നതിൻ്റെ ഒരു ഇത് എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ ഈ വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്തിയത്. നല്ല രസമാണ് ഗോൾസോടെ പൊട്ടിക്കുന്നത്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഗോൾസോടെ പൊട്ടിക്കുന്നത്? ഞാൻ ഈ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം എൻ്റെ ഓരോ ദിവസത്തെ എക്സ്പീരിയൻസ്, ഞാൻ പോകുന്ന സ്ഥലങ്ങളെ പറ്റി നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും നിങ്ങളെ എക്സ്പീരിയൻസും പറയണം കേട്ടോ. ഫുഡ് വരണതിന് മുന്നേ തന്നെ നമ്മൾ ഗോലി സോഡ കാലിയാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വീണ നേരത്തെ തന്നെ അവർ അപ്പം ചുടുന്ന വീഡിയോ ഒക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എടുത്തായിരുന്നു. നമ്മൾ അപ്പമല്ലേ ഓർഡർ കൊടുത്തത്. അപ്പം അപ്പം ചുടുന്ന വീഡിയോ ഒക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കൊട്ടപ്പം വരുന്നുണ്ട് അമൂർ. എൻ്റെ പൊന്നോ, പൊരിച്ച് വരുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, ഒരു രക്ഷയില്ല. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് സലാഡും മീൻ കറിയൊക്കെ അവർ അതിൻ്റെ കൂടെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ വേറൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മിൻറ്റ് കട്ടനാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അവിടുത്തെ കട്ടൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ നമുക്കത് നോർമലി നമ്മൾ വീട്ടിൽ കട്ടയിട്ട് കുടിക്കുന്ന ആൾക്കാരാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അവിടുത്തെ കട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് വേറൊരു വൈബാണ്. വന്നപ്പോഴേ തന്നെ ദേവു ഒന്നും നോക്കണില്ല, അവൾക്ക് മീൻ ഫ്രൈ ഒക്കെ ഇതുപോലെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് കൊണ്ടുവച്ചപ്പോൾ തന്നെ അവൾ അങ്ങ് ഒന്ന് ചൂടോടെ കൊണ്ടുവച്ചാണ് കേട്ടോ. അവൾ ഒന്നും നോക്കിയില്ല, അവൾ മീനെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നോർമലി വീട്ടിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ദേവുവിന് ഭയങ്കര വിശപ്പ്. കാരണം അറിയാമല്ലോ, നമ്മളെപ്പോഴും പുറത്തുള്ള ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ലാത്തത് കൊണ്ടായിരിക്കാം പുറത്തേക്ക് പോയപ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് കൂടുതലായി. ഞാനും അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡ് വന്നിട്ട്. അപ്പോൾ മോനും സെപ്പറേറ്റ് പ്ലേറ്റിൽ അവനും കഴിക്കാനായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോരഞ്ഞിട്ട് കുറച്ച് പൊറോട്ട കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അപ്പം വാങ്ങിച്ചപ്പോഴും ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും മീനിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതൊന്നും അറിയുന്നില്ല. ചെറിയൊരു പുളിപ്പുള്ള ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ പൊറോട്ട ട്രൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സൈഡ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സൈഡ് നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ പിന്നെ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ പാൽക്കപ്പം ഉണ്ടെന്ന് ആദ്യമേ ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അതുകൂടെ കഴിക്കണം എന്നൊരാഗ്രഹം. കാരണം പാൽക്കപ്പം ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മൾ അന്നേരം പാൽക്കപ്പ കഴിച്ചിട്ടില്ല. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് പാൽക്കപ്പ കഴിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ വീട്ടിലും ഉണ്ടാക്കി നോക്കിയില്ലായിരുന്നു, പുറത്തൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് പാൽക്കപ്പ വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നത്. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ പാൽക്കപ്പ. എന്നെപ്പോലെ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇവിടെ. ഇനി കാശിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഈ മീനല്ലാണ്ട് നമ്മൾ ഒരു ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കൊഞ്ച് റോസ്റ്റ്. എൻ്റെ ദൈവമേ, മുന്നേ നമ്മളവിടെ പോയപ്പോഴും കൊഞ്ച് റോസ്റ്റ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസിലാണ് കേട്ടോ വീണ്ടും കൊഞ്ച് റോസ്റ്റ് വാങ്ങിച്ചത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കൊഞ്ച് റോസ്റ്റ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു അവിടുത്തെ. പിന്നെ നമ്മൾ മുള്ള് മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാം കഴിച്ചിട്ട് നമ്മൾ ആലരും കൂടെ പുറത്തേക്ക് ഇറങ്ങിട്ടോ കാരണം ഇനി വീട്ടിലേക്കൊന്ന് പോകണം.
വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നേരമായേ. അപ്പം അതുകൊണ്ട് വീട്ടിലേക്ക് പോകാമെന്നുള്ള ഒരു പ്ലാനിൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ ഞാൻ ഇവിടുത്തെ ഈ വീഡിയോ മുമ്പ് നമ്മൾ പോയിട്ടുള്ള സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ വരുമ്പോഴത്തേക്കും എനിക്ക് ഇന്നൊരു സ്വന്തമായിട്ടൊരു ചാനലുണ്ടല്ലോ, അപ്പം ഞാൻ ചാനലിൽ കൂടെ ഞാൻ വരുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാം കഷ്ടപ്പെട്ടെടുക്കുന്നത് കേട്ടോ. അപ്പം ഇതുവരെ ഇതുപോലെ ഫുഡ് വിഴിഞ്ഞം സൈഡിൽ നിന്ന് ഫുഡ് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ട്രിവാൻഡ്രംകാരായാലും പുറത്തുള്ളവരായാലും ഉറപ്പായിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ നോക്കണം കേട്ടോ. കാരണം നല്ല ഫുഡാണ്, നല്ല വൈബാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അപ്പോഴത്തെ മഴ ഉണ്ടായിരുന്ന എല്ലാം തോർന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്വന്തമായിട്ടൊരു ഓട്ടോ എടുത്തപ്പോഴാണ് ശരിക്കും മഴ നനയാത്ത ഫീലൊക്കെ മനസ്സിലാക്കുന്നത്. ഒരുപാട് നമ്മൾ മഴ നനഞ്ഞ് യാത്ര ചെയ്തിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആ മഴ നനയണ്ട എന്നുള്ള ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം. കാരണം ഈ ഓട്ടോ എടുത്തതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മുടെ ലൈഫിലും നമുക്കും ഒരു ഓട്ടോ വന്നപ്പോഴുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങളോടൊപ്പം എൻ്റെ ഓരോ യാത്രയും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ.